പോലും വിജയിപ്പിക്കേണ്ട കാര്യമുണ്ടോ? നല്ല കഥകൾ ഉണ്ടാകുന്നില്ല, നല്ല ജീവിതഗന്ധിയായ സിനിമകൾ ഉണ്ടാകുന്നില്ല. അതിനിടയിലാണ് എംപിയുടെ പോക്ക്. എന്താണ് അദ്ദേഹത്തെ പോലെ ഒരു സിനിമക്ക് നൽകിയത് എന്നൊക്കെ ആഴത്തിൽ ആലോചിക്കേണ്ടി വരുന്നതാണ് വരുന്ന സമയം. അപ്പൊ എവിടെയും കിഴുക്കാൻ തൂക്കാവുന്നു, കിഴുക്കാൻ തൂക്കണം, തിരിച്ചു പിടിക്കുക, ഒക്കെ തിരിച്ചു പിടിക്കുക. മൂല്യങ്ങളെ തള്ളി പറയാ, അച്ഛനെ തള്ളി പറയാ, അമ്മയെ തള്ളി പറയാ, പ്രവാചകനെ അധിക്ഷേപിക്കുക. ശ്രീ കെ പി രാമനുണ്ണി ഇത്തരം കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നത് ഞാൻ ഈ കാര്യത്തെ പറ്റി പ്രവാചക തിരുനെല്ലിയെ പറ്റി വരെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. മനസ്സിലാക്കിയിട്ടുള്ള വലിയ കാര്യങ്ങൾ ആദരത്തോടെ, അതാണ് കൾച്ചർ. ഇനി ഒന്നിനോട് താല്പര്യമിരിക്കുന്നതിന് ആക്ഷേപിക്കുന്നതിന് അങ്ങനെ ആക്ഷേപിക്കാൻ പാടുണ്ടോ? ചരിത്രത്തിലെ വെളിച്ചത്തിന്റെ ഗോപുരങ്ങളെ ആരെ പറ്റി എന്തും പറയാം സോഷ്യൽ മീഡിയയിൽ. അത് ഒത്തിരി വളരെ വളരെ പഠിപ്പില്ല, വിവരമില്ല, വായനയില്ല, ഒന്നുമില്ല, എന്തോ വിളിച്ച് പറയണം. ക്യാമറയുടെ മുമ്പിൽ എത്തിയാൽ കേൾക്കാൻ ആള് കാണുന്നില്ലല്ലോ, മുമ്പിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്താൽ മതി. സോഷ്യൽ മീഡിയ ആ വാക്കുണ്ടായ സാമൂഹിക സൗഹൃദത്തിന് വേണ്ടിയാണ്. എന്നാൽ ചിലർക്ക് മറ്റുള്ളവരെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും തെറി പിടിക്കാനും അസഭ്യം പറയാനുള്ള വേദിയാണത്. ഓരോരുത്തരും അവരവരുടെ മനോഗതി പോലെ ഇതിനൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇത്തരം സംഘടനകൾക്ക് വലിയ ഉത്തരവാദിത്തം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെന്താണ് ഉത്തരവാദിത്തം? സംസ്കാരത്തെ നിലനിർത്തുക. കൾച്ചർ എന്ന് പറയുന്ന സാധനമുണ്ട്. അത് നിങ്ങൾ എത്ര ഇല്ലാന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്ത് പറഞ്ഞാൽ ഈ ലോകത്ത് സംസ്കാരം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതെല്ലാവരും അംഗീകരിക്കുന്നതാണ്. അത് മതത്തിനൊക്കെ അപ്പുറത്താണ്. എല്ലാ മതത്തിൽപ്പെട്ടവരും ആദരിക്കുന്ന ഒരു സാധനമാണ്. ഒരു മതമില്ലാത്തവരും ആദരിക്കാറുണ്ട്. പക്ഷെ മതങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ആ സംസ്കാരത്തിന്റെ നിർമ്മിതിയിൽ. എന്താ സംശയം? എന്തായാലും സംശയം? ഇതിപ്പോ ദൈവനിഷേധം ചിലർ വല്ലാത്ത രീതിയിൽ പൊക്കിക്കൊണ്ടിരുന്നുണ്ട്. ഈ ദൈവത്തെ നിഷേധിക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടിയാണ്. ദൈവത്തെ തള്ളി പറഞ്ഞാൽ പിന്നെ പെറ്റ തള്ളയെ തള്ളി പറയാം. ഇതൊക്കെ ഒരേ സമീപനത്തിനാണ് വരുന്നത്. ദൈവനിഷേധത്തിൽ നിന്നാണ് മാതാവിനെ തള്ളി പറയുന്നത്, അവിടെ തന്നെയാണ് അച്ഛനെ തള്ളി പറയുന്നത്. ഇവർക്കുള്ള പ്രശ്നം മനുഷ്യൻ പരമ്പരാഗതമായി പാലിച്ചു പോരുന്ന മൂല്യങ്ങളാണ്. അച്ഛൻ, അമ്മ, ഗുരുനാഥൻ, ബഹുമാനിക്കണം, ആദരിക്കണം, സ്നേഹിക്കണം, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് പാടില്ല, ഒരു സദസ്സിലെത്തിയാൽ ഇങ്ങനെ വേണം, അങ്ങനെ വേണം. ഇപ്പൊ അസഭ്യം ഈ വാക്യം ഞാൻ അടുത്ത ശ്രീ വിനയന് അവാർഡ് കൊടുക്കുന്ന ഒരു ചടങ്ങ് പങ്കെടുത്തു. സിനിമാ സംവിധായകൻ. ഞാനവിടെ പറഞ്ഞു, ഞാനിവിടെ പകമരക്കുണ്ട്, ഞങ്ങോട്ട് നോക്കണില്ല. കക്കൂസിൽ ഇരിക്കുന്ന രംഗം ഷൂട്ട് ചെയ്ത് സിനിമ എന്ന് പറയാനില്ല. കണ്ണ് താഴ്ത്തിയിട്ട് പറയാം. കാരണം എൻ്റെ മനസ്സിൽ പുണ്യ റസൂലിന്റെ വചനമുണ്ട്. ഇത് നബിയുടെ, മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നാണമില്ലെങ്കിൽ തോന്നിയ പോലെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് എല്ലാ പ്രവാചകന്മാരുടെയും പ്രാഥമിക അധ്യാപനം. ഇതൊരു നിർവചനമാണ്. നബി പറഞ്ഞതല്ലേ പറയുന്നത്. പ്രവാചകന്മാർ ആദിമകാലം തൊട്ടേ മനുഷ്യരെ പഠിപ്പിച്ച ഒരു പാഠം, ഇതാലും നിനക്ക് ലജ്ജയില്ലേ, തോന്നിയ പോലെ പ്രവർത്തിച്ചോ. നാണമില്ലാത്തവനാണ് തോന്നിയ പോലെ പ്രവർത്തിക്കുന്നത് എന്നാണ് തിരുനബി പഠിപ്പിക്കുന്നത്. ഇത് തിരുനബി പറയുന്നത് ഞാൻ പറയാനല്ല, എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പുണ്യ തിരുനബി പറയണമെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും പെട്ടു. പ്രവാചകന്മാരുടെ എല്ലാ ലോക ജനതകളൊക്കെ ആദരിക്കുന്ന പൂർവ്വ സമൂഹങ്ങളിലെ മഹത്തുക്കളായിട്ടുള്ള വഴികാട്ടികൾ, മാർഗദർശികൾ. ഇപ്പൊ കേരളക്കരയിൽ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞത്, ഒരാൾ
ഒരു വീടകങ്ങളിലെങ്കിലും നഗ്നരാകാൻ മാതാപിതാക്കൾ ശീലിക്കണം. സോഷ്യൽ മീഡിയയിൽ എത്ര ആൾ കണ്ടതാണ്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ സ്വന്തം വീട്ടിൽ നഗ്നരാകാൻ തുടങ്ങണം. ഈ സെക്സ് ഇങ്ങനെ മൂടി വെച്ചിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ. പുറത്തു പോട്ടെ, അവരുടെ വീടകത്തെങ്കിലും നഗ്നരായി അറിയപ്പെടുന്നവരാണ് പ്രസവിച്ചതാണ്. വിദ്യാഭ്യാസ സിദ്ധാന്തങ്ങളുടെ ഭാഗമായിട്ട് അത് പറയുന്നത്. ഇങ്ങനെ സ്കൂളും ആക്കിയെടുക്കണമെന്ന് പറയണം. ആദ്യം പറഞ്ഞ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരിക്കണം, പിന്നെ പെൺകുട്ടിയാക്കി ആളുകളുടെ ഡ്രസ്സ് കൊടുക്കണം. അതും മനസ്സിലാകാത്ത ആളാണ് ഞാൻ. എന്നെ വേണമെങ്കിൽ പഴഞ്ചൊല്ല് വിളിച്ചോ, എനിക്ക് മനസ്സിലാകുന്നില്ല പെണ്ണുങ്ങൾ ആണുങ്ങളുടെ ഡ്രസ്സ് ഇടണമെന്ന്. എന്റെ മുമ്പിലുള്ള സ്ത്രീത്വം, എന്റെ സ്ത്രീ സങ്കല്പത്തിൽ സ്ത്രീയെ കാരുണ്യവാനായ ദൈവം സൃഷ്ടിച്ച ഒരുപാട് ചേരുവകളുണ്ട്. അഴകുണ്ട്, നാണമുണ്ട്, സൗമ്യതയുണ്ട്, സഹനമുണ്ട്, കരുണയുണ്ട്. അതുകൊണ്ടാണ് മാതാവ് അമ്മ. അവൾ ആണാകണമെന്ന് പറഞ്ഞാൽ, ആണിന്റെ വേഷം കെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, ഞാൻ പ്ലാവുന്ന ചക്ക പ്രതീക്ഷിക്കുന്നു. ഞാൻ പ്ലാവുന്ന മാങ്ങ പ്രതീക്ഷിക്കാനുള്ള വീട്ടിൽ ഹിന്ദുസ്ഥാനിലെ കവിതയുണ്ട്. ഞാൻ ഒരിക്കൽ പാർലമെന്റിൽ ഒരു കാര്യം പറഞ്ഞപ്പോ, ആരൊക്കെ പറഞ്ഞപ്പോ അതിന് മറുപടി പറഞ്ഞത് ഈ കവിത കൊണ്ടാണ്. ഞാൻ ഏത് മരമാണെന്നത് അതിന്റെ ഫലാണ് പറയേണ്ടത്. ചക്ക പറയും പ്ലാവാണ്. ഇതാണ് കാരണം. പറ്റുന്നവർ നടത്തട്ടെ, അവനവന്റെ വീട്ടിൽ മക്കളെ മുമ്പിൽ നഗരലാകാൻ പറ്റുമെങ്കിൽ ആവട്ടെ. നമ്മളതൊന്നുമല്ല ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒന്നും കൂടി കുട്ടികൾ സംസ്കാര സമ്പന്നരാവണമെന്നും ഞാൻ വേറൊന്നും കൂടി ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ വേണ്ടി ഇരിക്കുന്ന ഈ വേദിയിൽ പറയാൻ എനിക്ക് മടിയില്ല. പെൺകുട്ടികളെ കെട്ടിച്ചയക്കുമ്പോൾ കരയുന്ന ഒരു കാലത്താണ് ഞാൻ എൻ്റെ ജീവിതം ചെലവഴിച്ചത്. എൻ്റെ ചെറുപ്പമുണ്ട്, ഞാൻ ഇപ്പോഴത് ആഗ്രഹിക്കുന്നു. എൻ്റെ മക്കളൊക്കെ കെട്ടിച്ചയക്കുമ്പോൾ എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ കണ്ണ് നിറയുന്ന, അവര് സന്തോഷത്തിന് സ്ഥലത്തേക്കാ പോണത്, കെട്ടിച്ചയക്കുമ്പോൾ ഭർത്താവിന്റെ വീട്ടിലേക്കാ പോണത്. പിന്നെ എന്തിനാ കരയുന്നതെന്നുള്ള ചോദ്യം അപ്രസക്തമാണ്. അത് ജീവിതത്തിലെ വികാരസാന്ദ്രമായിട്ടുള്ള ഒരു സന്ദർഭമാണ്. ഒറ്റ വളർത്തിയ മാതാപിതാക്കൾ പിരിഞ്ഞു പോകണം. എൻ്റെ മോളിങ്ങനെ രാത്രി ഗൾഫോട്ട് പോയി. സത്യം പറഞ്ഞാൽ നേരം ഞാൻ കാലത്തടിയിട്ടിട്ട് ഞാൻ വീട്ടുകാരോട് ചോദിക്കുന്ന അവിടെ വിവരം വന്നോന്നാണ്. അവള് പഠിപ്പപ്പെട്ട ഒരു ഡോക്ടറാണ്. പക്ഷെ ഒക്കെ നമ്മൾ വീട്ടിലും കുടുംബത്തിലും വളർന്നതായതുകൊണ്ട് എല്ലാവരും ഈ അന്തരീക്ഷത്തിലാണ് വളർന്നത്, പഴയ രീതിയിൽ. പഴയ രീതിയിൽ തന്നെ വിളിക്കേണ്ടി വന്നിരിക്കുന്നു. ഞാൻ മുൻ കൃഷി മന്ത്രി, കേരളത്തിന്റെ മുൻ കൃഷി മന്ത്രി, എന്റെ സ്നേഹിതൻ, തൃശ്ശൂരിൽ മത്സരിച്ചില്ല നമ്മുടെ സ്ഥാനാർത്ഥി സുനിൽ, സുനിൽ കുമാർ. സുനിലിന്റെ ജ്യേഷ്ഠന്റെ കുട്ടികളെ കെട്ടിക്കുന്ന കല്യാണത്തിന് എന്നെ വിളിച്ചിട്ട് ഞാൻ പോയി കുറച്ചു മുമ്പാണ്. അപ്പോ ഒരുപാട് കാലമായിട്ട് ഞാൻ പെൺകുട്ടികൾ വീട്ടിറങ്ങി പോകുമ്പോ കല്യാണ ദിവസം കരയുന്നത് അന്ന് കണ്ടു. ജ്യേഷ്ഠന്റെ കുട്ടി ഇറങ്ങാം, കുട്ടി കരഞ്ഞു. ഞാൻ സുനിലിനോട് പറഞ്ഞു, സുനിൽ ഇതൊക്കെ എപ്പോഴും ഉണ്ടെന്ന് അറിയുന്നത് ഉള്ളിൽ അനുഭവിക്കും. റഫി സാഹിബിന്റെ പഴയ ഹിന്ദി സിനിമാ ഗാനങ്ങൾ പലതും, ഒന്നിലേറെ പലതും പാടിയാണ്. കുട്ടികളുടെ വീട്ടിലേക്ക്, വരന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഉള്ള പാട്ടാണ്. ഒക്കെ സങ്കടമാണ്. റഫി സാഹിബ് മകളെ കെട്ടിച്ചപ്പോൾ മഹാനായ മുഹമ്മദ് റഫി, മഹാഗായകൻ, ആരോ പറഞ്ഞ ഒരു പാട്ട് പാടാൻ സുസ്രാലിനെ പറയാം, ഭർത്തൃ വീടിന്. അപ്പൊ റഫി സാഹിബ് പാടുന്നുണ്ട്. മോളെ കെട്ടിക്കുമ്പോ അദ്ദേഹത്തെ വളരെ വളരെ സ്നേഹസമ്പന്നനായ മനുഷ്യനായിരുന്നു. സിഗരറ്റ് വലിക്കില്ല, പുക വലിയില്ല, കുടുംബജീവിതം, മക്കള്, കുട്ടികള്, സ്നേഹം, അത് മാത്രമേ തന്നെ. അതാണ് ശാശ്വതമായി. എല്ലാവരും കാര്യങ്ങളാണ് റഫി സാഹിബ് പാടിയത്. അവിടെ കാര്യം
റഫീസാബിന്റെ മകളെ കെട്ടിച്ചായി എങ്ങോട്ടായി പോക്ക്. ഇന്നിപ്പോ കല്യാണങ്ങളൊക്കെ പോകുമ്പോ ഈ ജനപ്രതിനിധികൾ എന്ന നിലക്ക് പൊതുപ്രവർത്തകർ എന്ന നിലക്ക് നമ്മളൊക്കെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാൻ പറയല്ലോ, ഫോട്ടോക്ക് നിൽക്കാൻ പറയല്ലോ വധുവരന്മാരുടെ കൂടെ. വളരെ പഠിച്ചിട്ടാണ് ഞാനൊക്കെ പോയി നിൽക്കുക. അപ്പോ റെജിസ്റ്ററിൽ പോയി നിന്നപ്പോ വധു ക്യാമറമാനെ വിളിച്ചിട്ട് ഇവിടെ വാ, കെട്ടിക്കുന്ന പെണ്ണെ ഇവിടെ വാ. ഞാനെല്ലാം ഐസായി. അതിലൊക്കെ അപ്പുറം നമ്മൾ കാണുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച കല്യാണത്തിന് പോയി, അവിടെ പ്രസംഗം നടക്കണം, വധുവിനെ കൊണ്ടത് മുമ്പിൽ എത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇരുത്താം.